വിവിധ ആവശ്യങ്ങളുമായി LDF പ്രവർത്തകർ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK അഷ്റഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിരവധി ആളുകൾ മാർച്ചിൽ അണിചേർന്നു. പെരുമ്പാവൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗികൾക്ക് നൽകി വന്നിരുന്ന ബ്രെഡും പാലും പദ്ധതി നിർത്തലാക്കിയതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന UDF നഗരസഭ ഭരണസമിതിക്കെതിരെ LDF കൗൺസിലർമാർ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. 4-ാം ദിവസവും സമരം ശക്തമായി തുടരുന്നതിനിടയിൽ സമരത്തോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ച ചെയർപേഴ്സൺ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർത്താണ് മുൻ തീരുമാനങ്ങൾ പിൻവലിച്ചത്. കഴിഞ്ഞ 3 ദിവസവും സമരം നടത്തിവന്ന LDF കൗൺസിൽ അംഗങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് പോലും UDF നഗരസഭ ഭരണസമിതി തയ്യാറായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് LDFന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഈ മുനിസിപ്പാലിറ്റിയുടെ ഭയങ്കരമായ ഏത് പ്രവർത്തനങ്ങൾക്കും ഒരു ഭരണകൂടത്തിന് സാധിക്കാത്തതുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമോ ഒരു പ്രബുദ്ധമായ ജനതയുമാണ് വരുമാനുള്ളത്. ഇപ്പൊ നിർഭാഗ്യവശാൽ വന്ന വഴി പാവപ്പെട്ടവന്റെ ബ്രെഡിലും പാലയോട് കയറി പിടിക്കാൻ MLA തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര അപമാനകരം വേറെ വല്ലതുണ്ടോ? ഇന്നലെ കൊടുത്തതിനേക്കാൾ കൂടുതൽ ഒരു ഗ്ലാസ് പാൽ കൂടുതൽ കൊടുക്കാൻ കഴിയുമോ? ഇന്നലെ കൊടുത്തതിനേക്കാൾ ഒരു ബ്രെഡ് കൂടുതൽ കൊടുക്കാൻ കഴിയുമോ? ഇന്നലെ കൊടുത്തതിനേക്കാൾ കൂടുതൽ രോഗികളെ ഈ ആശുപത്രിയിലേക്ക് നമുക്ക് വരുന്നവരെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ? അതല്ലേ ചെയ്യേണ്ടത്. അത് ചെയ്യണ പണിയാണോ ഈ MLA ഇപ്പൊ ചെയ്തത്? ആ MLAയുടെയും ഈ പറയുന്നത് പോലെ നമ്മുടെ MLA കുറിച്ചുള്ള സകല കൺസെപ്റ്റും ജനങ്ങൾ കാലം നഷ്ടപ്പെടുകയാണ്. പക്ഷേ ഇതിനകത്ത് നേരത്തെ അറിയാമായിരുന്നു ഈ പോലെ കാണിക്കുന്നു. പക്ഷേ ഇപ്പൊ പൊതുജനങ്ങൾ കൂടി ബോധ്യപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഒരു ജനപ്രതിനിധി ഒരു കാരണവശാലും കടന്നു പോകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് MLAയുടെ അറിവും സമ്മതത്തോടു കൂടി നടന്ന ഈ പ്രക്രിയ ഒരു കാരണവശാലും ഒരു മുനിസിപ്പാലിറ്റിക്ക് അനുവാദം കൊടുക്കാൻ ചെയ്യുന്നതായിരുന്നു MLA ചെയ്യേണ്ടതോ? അങ്ങനെ ഏതൊക്കെ MLAക്ക് സ്വാധീനമുള്ള ഒരു ഭരണകൂടമാണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത്, മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഭരിക്കുന്നതെങ്കിൽ ആ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളോട് അത് ചെയ്യരുത് എന്ന് പറയാൻ, ജനപക്ഷത്തൊന്നും ചെയ്യരുത് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടയാളാണ് MLA. അഡ്വക്കേറ്റ് NC മോഹനൻ, CM അബ്ദുൾ കരീം, PM സലീം, KE നൌഷാദ്, NCPയുടെ നേതാവ് TP അബ്ദുൾ അസീസ്, CV ശശി, PK രാജീവ്, ബാബു VP, ഡോക്ടർ അജി C പണിക്കർ, KP റെജിമോൻ, ഡോക്ടർ PS സുബിൻ എന്നിവർ സംസാരിച്ചു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് നഗരസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമല്ല, അതൊരു സർക്കാർ സംവിധാനമാണ്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി എന്ന് പറയുന്നത് പെരുമ്പാവൂർ നഗരസഭയുടെ അധികാരത്തിന്റെ കീഴിൽ വരുന്നത് അത് കൈമാറി കിട്ടിയ അധികാര സ്ഥാപനങ്ങളിൽ ഒന്നായതുകൊണ്ടാണ്. ആ കൈമാറി കിട്ടിയ അധികാര സ്ഥാപനങ്ങളിൽ നഗരസഭയ്ക്ക് എത്രത്തോളം അധികാരമുണ്ടോ എന്നുള്ളത് പഠിക്കണം. ഒരു കാര്യം ബഹുമാനിയായ ചെയർപേഴ്സണോട് ഞാൻ പറയാം. നഗരസഭയുടെ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത് ചെയർപേഴ്സൺ മാത്രമല്ല. കൗൺസിലിന്റെ തീരുമാനം വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ ചെയർപേഴ്സൺ ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒപ്പിട്ട് കൊടുക്കാൻ ഒരു നിയമവും നമുക്ക് അധികാരം നൽകുന്നില്ല. അബദ്ധത്തിൽ വല്ലതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെയുള്ള കോൺഗ്രസ്സുകാരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടാണെങ്കിൽ അതൊക്കെ പിന്നീട് വലിയ കൊല്ലാപ്പായി മാറുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ബഹുമാന്യയായ ചെയർപേഴ്സൺ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ അധികാരം എന്ന് പറയുന്നത് മുനിസിപ്പൽ കൗൺസിലിൽ നിക്ഷിപ്തമാണ്. നഗരഭരണത്തിന്റെ ജനാധിപത്യ വേദി മുനിസിപ്പൽ കൗൺസിലാണ്. അതിന്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എക്സിക്യൂട്ടീവ് അധികാരമുള്ള കേന്ദ്രമാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ. ആ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആ മുനിസിപ്പൽ കൗൺസിലിലെ എല്ലാ അംഗങ്ങളെയും ഒരേപോലെ കണക്കാക്കുകയും പരിഗണിക്കുകയും സമതുലിതമായ അവസരത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി അവസരങ്ങളും പരിഗണനകളും നൽകുകയും ചെയ്യണം എന്നാണ് ആ നിയമം അനുശാസിക്കുന്നത്. തുടർന്ന് ആശുപത്രിയിൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർത്ത് കഴിഞ്ഞ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് LDF 4 ദിവസമായി നടത്തി വന്നിരുന്ന പ്രതിഷേധ സമരം പിൻവലിച്ചത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം LDFന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലെ രോഗികൾക്ക് ബ്രെഡും പാലും മുട്ടയും വിതരണം ചെയ്യുന്നുമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.